പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടം വല്ലാത്ത ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ പ്രതിസന്ധികളും കഷ്ടതകളും പ്രയാസങ്ങളും സഹിക്കാത്ത ഒരു കാലഘട്ടമാണ്. എല്ലാം എളുപ്പത്തിൽ നേടുക, എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത. എന്തും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നൊരു കാലമാണ്. എല്ലാം ഇൻസ്റ്റൻ്റാണ്. എന്തിനു പറയണം, കഴിക്കുന്ന ആഹാരം വരെ ഇൻസ്റ്റൻ്റ് ഫുഡാണ്. സ്നേഹമുള്ളവരെ, ഈ അടുത്ത ദിവസം എൻ്റെ ഒരു പള്ളിയിലെ ഒരു വിശ്വാസി എന്നോടൊരു ചോദ്യം ചോദിച്ചു. അച്ഛാ, ഇത്രയേറെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട്, ഇത്രയേറെ നോമ്പെടുത്ത് അനുഷ്ഠാനങ്ങൾ നടത്തിയിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്താ അച്ഛാ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നത്? ആഗ്രഹിക്കുന്ന കാര്യം എന്തുകൊണ്ട് അതിനൊരു നിവാരണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ കരച്ചിൽ, പരിദേവനം. അനുഗ്രഹിക്കപ്പെട്ടവരെ, അത് അദ്ദേഹം മാത്രമല്ല, എന്നോട് ഇതിനു മുമ്പ് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രായമായവരൊക്കെ പറയാറുണ്ട്, അച്ഛാ എത്ര പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിക്കുന്ന പോലെ ഭവിക്കുന്നില്ലല്ലോ, വീട്ടിലെ ബാധ്യത തീരുന്നില്ലല്ലോ, രോഗം വിട്ടുപോകുന്നില്ലല്ലോ, കെടുതികൾ മാറിപ്പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പരാതിപ്പെടുന്നൊരു കാലം. എന്താ ഇതിൻ്റെ അടിസ്ഥാന കാരണം? അത് ഈ കാലഘട്ടത്തിൽ ചില വ്യക്തികൾക്ക് മാത്രമുള്ള പ്രശ്നമാണോ? ഒരിക്കലുമല്ല. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ആദിയോടന്തം ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഗിദെയോൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിതെല്ലാം സംഭവിക്കുന്നത്? കർത്താവ് ഞങ്ങളോട് കൂടെയാണെങ്കിൽ പിന്നെ എന്തിന് ഞങ്ങൾ ഇങ്ങനെ കഷ്ടം അനുഭവിക്കണം? എന്തിനിങ്ങനെ വേദന അനുഭവിക്കണം? എന്തിനിങ്ങനെ ദൈനംദിനം ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ശത്രുവിൻ്റെ പീഡകളും എന്തിന് ഞങ്ങൾ സഹിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പരിദേവനം. സ്നേഹമുള്ളവരെ, എന്നെ ആ വചനം വല്ലാതെ സ്വാധീനിച്ചു. കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഞങ്ങൾ കഷ്ടപ്പെടണം? പെട്ടെന്ന് എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് എൻ്റെ ചിന്തകൾ പെട്ടെന്ന് പാഞ്ഞുപോയി. യേശു തമ്പുരാൻ ഈ കാര്യത്തെക്കുറിച്ച്, ലോകത്തിൽ മനുഷ്യനായി ജീവിച്ച ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി നമ്മോടൊപ്പമായിരുന്ന് നമ്മുടെ വ്യഥകളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ പ്രയാസങ്ങളെ വ്യക്തമായി കണ്ടറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിച്ചവനാണ് കർത്താവ് യേശു ക്രിസ്തു. ഞാനപ്പോൾ പെട്ടെന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് തമ്പുരാനെ ധ്യാനിച്ചുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. ഈ വചനത്തിൻ്റെ ഡെപ്ത് എന്ത്? ഈ വചനത്തിൻ്റെ ആഴമെന്ത്? ഇതിൻ്റെ സാങ്കത്യമെന്ത്? ഇന്ന് ആ വിശ്വാസി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വചനം നമ്മളെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നു എന്ന് ഞാനത് ചിന്തിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് കൽപ്പിക്കുകയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. അപ്പോൾ എനിക്ക് ബോധ്യം കിട്ടിയ ഒരു വലിയ വാസ്തവം ഇതാണ്. കർത്താവ് കൽപ്പിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും, ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ. കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് നമ്മെപ്പോലെ ആയിരുന്ന് ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വ്യക്തമായി നമ്മുടെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ദൈവം രുചിച്ചറിഞ്ഞ് പ്രത്യേകിച്ച് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, കഷ്ടതയുണ്ടാകും, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ വചനത്തിൻ്റെ ആശ്വാസം നമ്മളിലേക്ക് വന്നെത്തുന്നില്ല. മറിച്ച് പലപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതിപ്പെടുകയാണ്, എൻ്റെ ദൈവമേ, എനിക്കെന്തിന് ഈ കഷ്ടത വെച്ചു? ഈ രോഗം എനിക്കെന്തിനു വെച്ചു? ഈ പീഡ എനിക്കെന്തിനു വെച്ചു?
എൻ്റെ മക്കളിൽ നിന്ന് ഒരാശ്വാസം കിട്ടുമെന്ന് ധരിച്ചു, അതുപോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായ കരച്ചിൽ. സ്നേഹമുള്ളവരെ, നമ്മൾ അങ്ങനെ ദൈവത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ യേശുവിൻ്റെ വലിയ ആശ്വാസം നമ്മൾ അനുഭവിക്കാതെ ദൈവത്തെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി കുറ്റം വിധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ കഷ്ടതകളിലേക്ക് കടന്നു വരാൻ കഴിവുള്ളവനല്ല നീ എന്ന് ദൈവത്തോട് പറയുന്ന ശബ്ദത്തിൻ്റെ ധ്വനിയാണ് എൻ്റെ ദൈവമേ എനിക്ക് എന്തിനിത് വെച്ചു എന്നുള്ളത്. ദൈവത്തെ നമ്മൾ വിസ്തരിക്കുകയാണ്. സർവശക്തനായ ദൈവം, സകലതിനും മതിയായവനായ ദൈവം നമ്മോട് കൽപ്പിച്ചു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. അതിപ്പോൾ തുടങ്ങിയതല്ല, ലോകാരംഭം മുതലേ തുടങ്ങിയതാണ്. സാധാരണയായിട്ട് ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സുവിശേഷകരും ശുശ്രൂഷകരുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നത് സുഖത്തിൻ്റെ, നല്ല ആനന്ദത്തിൻ്റെ, തികഞ്ഞ ഐശ്വര്യത്തിൻ്റെ സുവിശേഷമാണ് പറയുന്നത് എല്ലാവരും. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നില്ല ക്രിസ്ത്യാനിത്വം എപ്പോഴും സുഖഭോഗങ്ങളിൽ മാത്രമായിരിക്കുന്നതാണ്, ആനന്ദത്തിലും സന്തോഷത്തിലും മാത്രമായിരിക്കുന്നതാണ് എന്ന് ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. മറിച്ച് ക്രിസ്ത്യാനിത്വം കഷ്ടതയുടേതാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശ് വഹിച്ച്, കഷ്ടതകളെ വഹിച്ച്, പ്രയാസങ്ങളെ അതിജീവിച്ച് നേരിടുവാൻ ഒരുക്കത്തോടുകൂടി വരട്ടെ എന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, കഷ്ടതയും പ്രയാസവും ഒക്കെ നമുക്ക് തന്നെ വന്നു ചേരാം. ഈ കഷ്ടത വരുന്നതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കാം? ഒരുപക്ഷെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എ മാൻ ബ്രോട്ട് അപ്പ് ഹിംസെൽഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. ഒരു മനുഷ്യൻ അവൻ്റെ തന്നെ വിധി, അവൻ്റെ തന്നെ കഷ്ടതകളും പ്രയാസങ്ങളും അവൻ തന്നെ വലിച്ചു വയ്ക്കുന്നതാണ് അവനിലേക്കെന്ന്. ഒരു പരിധിവരെ അത് വാസ്തവവും സത്യവുമാണ്. നമ്മുടെ മനസ്സിൻ്റെ മോഹങ്ങളും നമ്മുടെ ചിന്തകളുമാണ് നമ്മളെ ഈ കഷ്ടതയിലേക്കും പ്രയാസങ്ങളിലേക്കും നയിക്കുന്നത്. നമുക്ക് മോഹമുണ്ടാകുമ്പോഴാണ്, ആശയുണ്ടാകുമ്പോഴാണ് നിരാശ ഉത്ഭവിക്കുന്നത്. ആശ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതും അത് നേടാൻ പരിശ്രമിക്കുന്നതും. മറിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണ തൃപ്തനായി ജീവിക്കാൻ നമുക്ക് കഴിയാത്ത പോകുമ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളായി പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ തന്നെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിത ശൈലിയുമാണ് നമ്മെ ഇത്തരത്തിൽ പ്രേരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ബത്സയിദ കുളക്കരയിലുള്ള ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ആ ബത്സയിദ കുളക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. 38 വർഷമായി അവൻ ആ കുളക്കരയിൽ കിടക്കുന്നു. ബത്സയിദ കുളക്കര, ബത്സയിദ എന്നുള്ള പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭവനം. ബത്സയിദ കരുണയുടെ ഭവനം. ബത്സയിദ കുളക്കരയിൽ കരുണ ഒഴുകുന്ന, സൗഖ്യമൊഴുകുന്ന, ആനന്ദം ലഭിക്കുന്ന, തൃപ്തി ലഭ്യമാക്കുന്ന ഒരു കുളത്തിൻ്റെ കരയിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. എത്ര വർഷമായി? 38 വർഷമായി അവൻ ആ കുളക്കരയിലായിട്ട്. കർത്താവ് പഠിപ്പിക്കുന്നു, യഹൂദരുടെ തിരുനാളിന് ഒരു ദിവസം യേശു പോയി. യഹൂദരുടെ പെരുന്നാളിന് വേണ്ടി പോകുമ്പോൾ ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബത്സയിദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. ഒരു മണ്ഡപത്തിൽ അതിൻ്റെ വാതിൽക്കൽ തളർവാദക്കാരനായ ഒരുത്തൻ കിടക്കുകയാണ്. കർത്താവ് അതുവഴി കടന്നു പോകുമ്പോൾ അവനെ കാണുകയാണ്. അവനവിടെ കിടക്കുന്നത് യേശു കണ്ടു. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെയാണ്, അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് യേശു ചോദിച്ചറിഞ്ഞു. യേശു അവനോട് ചോദിക്കുകയാണ്, ഏറെ നാളായി അവനിവിടെ കിടപ്പിലായിട്ട്. യേശു അവനോട് ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? സ്നേഹമുള്ളവരെ, ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് വരാം.
ദൈവം 38 വർഷമായി കരുണയുടെ വാതിലിൽ കിടക്കുന്ന, അഥവാ ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന തളർവാദിക്ക് സൗഖ്യം കൊടുത്തിട്ടില്ല. അവരോട് കർത്താവ് ചോദിക്കുകയാണ്, ഏറെ നാളായി നീ ഇവിടെ കിടക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്നും കർത്താവ് യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? നീ ഒരുക്കമാണോ? നീ തയ്യാറാണോ എന്ന്. എന്താ ആ ചോദ്യത്തിൻ്റെ അർത്ഥം? വലിയവനായ ദൈവം നമ്മുടെ മാനസിക വ്യാപാരങ്ങളെ അറിയാത്തത് കൊണ്ടല്ല, വലിയവനായ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ കാണാത്തത് കൊണ്ടല്ല. യേശു തമ്പുരാൻ ഈ തളർവാദ രോഗിയെ വ്യക്തമായി കണ്ടു. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഞാനും നിങ്ങളുമൊക്കെ ക്രൈസ്തവരായി ജീവിക്കുന്നത് ഒത്തിരി നാളുകളായി. നമ്മളും ഇതുപോലെ ഒരു കുളത്തിൻ്റെ കരയിലാണ്. ഏതാ നമ്മുടെ ഈ കുളം? നമ്മുടെ കുളം ക്രൈസ്തവ സഭയാകുന്ന കുളമാണ്. ആ സഭയിലെ വെള്ളമാകുന്ന, ആ കുളത്തിലെ വെള്ളമാകുന്ന ജനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. കുളമെന്നുള്ളത് സഭയുടെ സ്ട്രക്ചറും സഭയുടെ കെട്ടുപാടുകളും, ആ സഭയുടെ കെട്ടുപാടുകളിലുള്ള വെള്ളം എന്നുള്ളത്, ആ കുളത്തിലുള്ള വെള്ളം എന്നുള്ളത് സഭയിലെ ജനങ്ങളാണ്. തളർവാദിയായ രോഗിയായ മനുഷ്യൻ കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, കർത്താവേ, കുളത്തിലെ വെള്ളത്തിലേക്ക് ദൂതൻ ഇറങ്ങി വെള്ളത്തിന് അനക്കമുണ്ടാക്കുമ്പോൾ, ചലനമുണ്ടാക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നതാരോ അവൻ രക്ഷ പ്രാപിക്കും. ആ സമയത്ത് എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. അവൻ്റെ പരാതിയാണ് കർത്താവിനോട്. കർത്താവ് അവൻ്റെ വിശദീകരണത്തിനോ പരാതിക്കോ മറുപടിയല്ല പറയുന്നത്, മറിച്ച് അവന് സൗഖ്യം നൽകുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ സഭയാകുന്ന കുളത്തിൻ്റെ കരയിലായിട്ട് എത്ര നാളായി നമ്മൾ? ഇവിടെ ഇവൻ 38 വർഷമായി കിടക്കുകയാണ്. 30, 40, 60, 90 വയസ്സായി ലോകത്തിൽ ജീവിച്ചിരുന്നിട്ട് ഇതുവരെ അനുഗ്രഹത്തിൻ്റെ അനുഭവം, സൗഖ്യത്തിൻ്റെ അനുഭവം കിട്ടാതെ എത്രയോ പേരുണ്ട്. ഈ മനുഷ്യൻ 38 വർഷമായി, ഇതിനു മുമ്പ് പലരും വന്ന് രക്ഷപ്പെട്ടു പോയി. ആരാ ഈ കുളത്തിൽ ഇറങ്ങി വെള്ളത്തിന് അനക്കമുണ്ടാക്കുന്ന ദൂതനാരാണ്? ഇന്നും ശുദ്ധമുള്ള സഭയാകുന്ന കുളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗശാന്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും പശ്ചാത്തലമാണ്. അത് മറ്റാരുമല്ല, ഈ ദൂതൻ എന്ന് പറയുന്നത് ഇന്ന് ശുദ്ധമുള്ള സഭയിലെ കൂദാശകളുടെ പരികർമ്മങ്ങളാണ് വാസ്തവത്തിൽ ചലനമുണ്ടാക്കുന്ന, അനക്കമുണ്ടാക്കുന്ന ദൂതൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ കൂദാശകളിലൂടെ സഭയിലേക്ക് ഇറങ്ങി സഭയിൽ ചലനമുണ്ടാക്കുകയാണ്, സൗഖ്യം നൽകുകയാണ്, കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് വിടുതൽ നൽകുകയാണ്. ഒരുപക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലും ആഗ്രഹിക്കുന്ന വേഗത്തിലും ആഗ്രഹിക്കുന്ന സമയത്തും ആയിരിക്കണമെന്നില്ലാതെ. ഇനി അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ ദൂതൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. തളർവാദ രോഗിയെ ആരെങ്കിലും ഈ കുളത്തിലേക്ക് ഇറക്കിയാലേ അവന് സൗഖ്യം നേടാൻ കഴിയൂ. അവൻ കർത്താവിനോട് പരാതിപ്പെടുകയാണ്, കർത്താവേ, കുളത്തിലേക്ക് എന്നെ ഇറക്കാൻ ആരുമില്ല. ഇന്ന് ശുദ്ധമുള്ള ക്രൈസ്തവ സഭയുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞാനടക്കം, എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരടക്കം എത്രമാത്രം ഉത്സാഹത്തോടുകൂടെയാണ് സഭയെ ശുശ്രൂഷിക്കുന്നതെന്ന് വിചിന്തനം ചെയ്യേണ്ട കാലമാണ്. ഇന്ന് നമ്മോട് ദൈവം ആവശ്യപ്പെടുകയാണ്, നീ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ്, എത്രമാത്രം ഉത്സാഹത്തോടെയാണ്, എത്രമാത്രം ശുഷ്കാന്തിയോടെയാണ് സഭയിൽ ശുശ്രൂഷിക്കുന്നത്. ഈ തളർവാദ രോഗിയെ കുളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ആവശ്യമായിരിക്കുന്ന സഹായകൻ എന്നുള്ളത് സഭയിലെ ശുശ്രൂഷകരാണ്, സുവിശേഷ പ്രഘോഷകരാണ്, വൈദിക വൃന്ദമാണ്. പക്ഷേ പലപ്പോഴും ആ കാര്യങ്ങളിൽ ഏത് സഭയുമാകട്ടെ, ഏത് സമൂഹവുമാകട്ടെ, ഒരു വ്യക്തിക്ക് ഒരു സഭ കൂടാതെ, ഒരു സമൂഹം കൂടാതെ, ആ ചുറ്റുപാട് കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. ഒറ്റപ്പെട്ട് ജീവിക്കാൻ സാധ്യമല്ലെന്ന് ആധുനിക ശാസ്ത്രം പോലും നമ്മെ പഠിപ്പിക്കുകയാണ്. അതൊരു വാസ്തവമായിരിക്കെ സഭയിലെ ശുശ്രൂഷകർ തീർച്ചയായും ഇതുപോലെ കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടതുണ്ട്, രക്ഷിക്കേണ്ടതുണ്ട്. കർത്താവ് അവൻ്റെ പരാതിക്ക് ഉത്തരം നൽകാതെ കർത്താവ് അവനോട് പറഞ്ഞു,
എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. കർത്താവ് ഇന്ന് നടക്കുന്ന വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് ആ രോഗാവസ്ഥയിലായിരിക്കുന്നവന് സൗഖ്യമാണ് ആവശ്യമായിരിക്കുന്നത്. കർത്താവ് അവന് സൗഖ്യം നൽകുകയാണ്. നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. നീ എഴുന്നേറ്റ് നടക്കുക മാത്രമല്ല, നീ തളർവാദം പിടിച്ച് നോക്കൂ അവൻ്റെ സ്ഥിതി. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അവൻ എങ്ങനെ എഴുന്നേൽക്കും? അവനെങ്ങനെ കിടക്കയെടുക്കും? അവനെങ്ങനെ കിടക്ക വഹിച്ചുകൊണ്ട്, അവൻ്റെ കട്ടിൽ വഹിച്ചുകൊണ്ട് എങ്ങനെ തിരിച്ചു പോകും? മറ്റൊന്നും ചിന്തിച്ചില്ല. കർത്താവ് കൽപ്പിച്ച മാത്രയിൽ തന്നെ അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ അവന് വേറൊരു സഹായകൻ അവിടെയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ് അവന് സഹായകരായിട്ടുള്ളത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നും ശുദ്ധമുള്ള സഭയിൽ ഇതുപോലുള്ള വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ സംഗതികൾ നമ്മിലേക്ക് വന്നു ചേരുന്നു. വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഇതെങ്ങനെ തരണം ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കെ നമ്മൾ അറിയാതെ തന്നെ അതിനൊരു വാതിൽ തുറന്ന് നമുക്ക് രക്ഷയുടെ മാർഗം ലഭ്യമാകുന്നു. ഇത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ അതിനെ പ്രേരിപ്പിക്കുന്നത്. അഥവാ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ അതിനെ അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം തിരിച്ചറിയണം. ദൈവം നമ്മോട് കൽപ്പിച്ചു, കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. അട്ടെ, എന്തിനാ ദൈവം ഈ കഷ്ടതയും പ്രയാസമൊക്കെ നമുക്ക് വയ്ക്കുന്നത്? സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ലേ, തീ കത്തുമ്പോൾ വാഹനം ഓടുന്നു, അഥവാ ഇന്ധനം കത്തി ഊർജമാകുമ്പോഴാണ് വാഹനം വേഗത്തിൽ സ്പീഡിൽ ഓടുന്നത്. കൂടുതൽ തീ കത്തുമ്പോഴാണ്, അല്ലെങ്കിൽ കൂടുതൽ ഇന്ധനം കത്തി ഊർജമാകുമ്പോഴാണ് വാഹനത്തിന് വേഗം കൂടുന്നത്. ഇതുപോലെ പല യന്ത്രങ്ങളും തീ കത്തി ചൂടാവുമ്പോൾ പ്രവർത്തനക്ഷമമാകുന്നത് പോലെ കഷ്ടതയാകുന്ന തീ നമ്മിൽ കത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രവർത്തനക്ഷമമായി തീരും. നിസ്സംഗാവസ്ഥയിൽ നിന്ന്, ഒരു നിസ്സംഗതയിൽ നിന്ന്, ഒരു നിരുത്തരവാദിത്വത്തിൽ നിന്ന് നമ്മെ ഉത്തരവാദിത്വത്തിലേക്കും വലിയ പ്രവർത്തനക്ഷമതയിലേക്കും നമ്മെ തിരിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടതകളും പ്രയാസങ്ങളും മനുഷ്യജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, കഷ്ടതകൾ വന്നത് എനിക്ക് നന്നായി. കഷ്ടതകൾ വന്നത് എനിക്ക് നന്നായി. എൻ്റെ ദൈവത്തെ അറിയാൻ, പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എനിക്കത് സഹായകമായി എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സാധാരണ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി, പരീക്ഷ എടുക്കുന്ന ഒരു കുട്ടി, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നൊരു കുട്ടി, അത്രയും നാളും പഠിക്കാത്ത, അത്രയും നാളും ഒരു നിസ്സംഗാവസ്ഥയിൽ, ഒരു നിരുത്തരവാദിത്വപരമായാണ് ഇടപെട്ടിരുന്നതെങ്കിൽ പരീക്ഷാ സമയം എടുക്കുമ്പോൾ വളരെ ആക്റ്റീവാവുകയും ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പഠനത്തിലേക്ക്, ശുഷ്കാന്തിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാധാരണ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഷ്ടത മനുഷ്യന് അനിവാര്യമാണെന്ന് സാധാരണ ജീവിതം നമ്മെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ഞാൻ ആ വചനം വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, കഷ്ടതയുണ്ടാകും, ധൈര്യമായിരിക്കുവിൻ. ഇനി നോക്കൂ, തീർന്നില്ല. രണ്ടാമത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ കഷ്ടത വരുന്നത്? നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് നമ്മളെ ഒരു ദിശാബോധം നൽകി നമ്മെ നയിക്കാനാണ് നമുക്ക് കഷ്ടത വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള, ഒരു ആത്മപരിശോധന നടത്താനുള്ള, ഒരു ഇൻട്രോസ്പെക്ഷനുള്ള സമയമാണ് ഈ കഷ്ടതകൾ എന്നുള്ളത്. ഇവിടെ ഈ മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നീ ഒരു വിശകലനം നടത്തണം. നീ എവിടെയാണിപ്പോൾ? നിൻ്റെ മാനസിക വ്യാപാരങ്ങൾ എങ്ങനെയാണ്? നിൻ്റെ മനോഭാവം എന്താണ്? പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മളെ തെറ്റിലേക്കും വേദനയിലേക്കും പ്രയാസത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർ നമുക്കൊന്നും വിരുദ്ധമായി ചെയ്തിട്ടല്ല നമുക്ക് അവരോട് ദേഷ്യം വരുന്നത്, മറിച്ച്
തെറ്റായ ബോധ്യങ്ങളിൽ നിന്നാണ്, അവരെക്കുറിച്ചുള്ള ചില ധാരണകളിൽ നിന്നാണ് നമുക്ക് വഴക്കുണ്ടാകുന്നത്, ദേഷ്യമുണ്ടാകുന്നത്, നിരാശയുണ്ടാകുന്നത്, ദുഃഖമുണ്ടാകുന്നത്. അത് നമ്മെ കഷ്ടതയിലേക്കും പ്രയാസങ്ങളിലേക്കും നയിക്കുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ആത്മപരിശോധന ചെയ്ത് വേർ ഐ ഹാവ് ഗോൺ റോങ്, ഞാൻ എവിടെയാണ് തെറ്റിപ്പോയിട്ടുള്ളത്, ഞാൻ എവിടെയാണ് അബദ്ധങ്ങൾ ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് പരിശോധന നടത്തി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഇതിങ്ങനെ ആയേനെ. ഒരു സംഭവം കഴിയുമ്പോൾ നമ്മളങ്ങനെ വിലയിരുത്തുന്നുണ്ടാവാം. അതെ, അത് തന്നെയാണ് കർത്താവ് ഈ കഷ്ടത കൊണ്ട് നമ്മളിലും ഉദ്ദേശിക്കുന്നത്. ടു ഡയറക്റ്റ് യു, ടു ഇൻട്രോസ്പെക്ട്, ടു ഹാവ് ആൻ ഇൻട്രോസ്പെക്ഷൻ. ഒരു പൂർണ്ണമായ ആത്മപരിശോധനയ്ക്ക് ഈ കഷ്ടത മുഖാന്തിരമാകുന്നു. തീർന്നില്ല അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഇങ്ങനെ നിസ്സംഗതയിൽ നമ്മെ ഉണർത്തി, നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തി, നമ്മെ പ്രവർത്തനക്ഷമമാക്കുവാൻ, ടു ആക്ടിവേറ്റസ്. കഷ്ടത നമുക്ക് വയ്ക്കുന്നത് നമ്മളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവർത്തന നിരതരാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, ധൈര്യമായിരിക്കുവീൻ, ധൈര്യമായിരിക്കുവീൻ, നിങ്ങൾ ഭയപ്പെടരുത്. ധൈര്യം എന്നുള്ളത് കഷ്ടതയും പ്രയാസവും വരുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും, നമ്മുടെ ധൈര്യം മുഴുവൻ ചോർന്നു പോകും, ഭയം നമ്മെ പിടികൂടും. കർത്താവ് പറഞ്ഞു, ഭയപ്പെടരുത്, ധൈര്യമായിരിക്കുവീൻ. ധൈര്യമായി മുന്നേറി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. യിരെമ്യാ പ്രവചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയാണ്. 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. നമ്മൾ സാധാരണ പരാതിപ്പെടുന്ന ഒരു പരാതി തന്നെയാണ് ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്: എന്താണ് എൻ്റെ വേദന മാറാത്തത്? യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റിപ്പോകുന്ന അരുവി പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? സംശയവും വേദനയും നിരാശയുമാണ് അവിടെ നിഴലിക്കുന്നത്. സംശയവും വേദനയും നിരാശയുമാണ് അവിടെ നിഴലിക്കുന്നത്. എന്താണ് എൻ്റെ വേദന മാറാത്തത്? മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് പോലെ. നോക്കൂ, നമ്മൾ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു കഴിയുമ്പോൾ വീണ്ടും അത് കഴിഞ്ഞ് അല്പം കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത കെടുതി, അടുത്ത പ്രയാസം നമ്മെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യൻ തെറ്റായ ചിന്തകളിലേക്ക്, ദൈവനിന്ദയിലേക്കൊക്കെ വഴുതിപ്പോകുന്നത്. അവിടെയാണ് ദൈവം പറഞ്ഞത്, നീ ധൈര്യമായിരിക്കുവിൻ. മഹത്വമുള്ളവനായ യിരെമ്യാ പ്രവാചകൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. അതെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാം. കഷ്ടതയും പ്രയാസത്തെയും അതിജീവിക്കാൻ ദൈവം നമുക്ക് ശക്തി നൽകും. അതുമാത്രമാണ് ഒരു ക്രിസ്ത്യാനിക്ക് അഭിലഷണീയമായിട്ടുള്ളത്. അതാണ് ക്രിസ്ത്യാനിയുടെ വലിയ സ്വത്തും നേട്ടവും. ദൈവത്തിൽ ആശ്രയിച്ച് കഷ്ടതയെ അതിജീവിക്കുവാൻ നമുക്ക് പരിശ്രമമുണ്ടാകുമ്പോൾ, ആഗ്രഹമുണ്ടാകുമ്പോൾ കർത്താവിടെ കൽപ്പിക്കുന്നു, നീ തിരിച്ചു വന്നാൽ, നീ എന്നെ അറിഞ്ഞ് എന്നെ വിളിച്ച് തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞാൽ നീ ആയിരുന്ന അവസ്ഥയിൽ സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ നിറവിൽ നിന്ന് ഞാൻ ആക്കിത്തീർക്കാമെന്ന് കർത്താവ് കൽപ്പിക്കുകയാണ്. വീണ്ടും തുടർന്ന് കർത്താവ് കൽപ്പിക്കുന്നു, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. അതാണ് പ്രവാചകനിലൂടെ ദൈവം നമ്മോട് ഇന്നും ബോധ്യപ്പെടുത്തുന്നത്. വിലകെട്ടവ പറയാതെ. നമുക്ക് നിരാശ തോന്നുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ആ ചിന്തയിൽ നിന്ന്, നിരാശയിൽ നിന്ന് ദേഷ്യത്തിൽ നിന്ന് അനാവശ്യ സംസാരങ്ങളും വന്നു പോകും. ആ നിരാശയിൽ നിന്ന് മറ്റുള്ളവരെക്കുറിച്ച്
യാതൊരു കുറ്റവുമില്ല നമ്മൾ കുറ്റമാരോപിക്കും. ദൈവം പറയുന്നു, വിലകെട്ടവ നീ പറയരുത്. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല തമ്പുരാൻ പറയുന്നത്, നീ എൻ്റെ നാവ് പോലെയാകും. എന്തെന്ന് പറഞ്ഞാൽ, നീ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ ആയിത്തീരുന്നി, അഥവാ നീ ആഗ്രഹിക്കുന്നതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുമെന്നുള്ളതാണ് ആ വചനത്തിൻ്റെ പൂർണ്ണമായ അഭിഷേകം. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിരാശയും പ്രയാസവും കെടുതിയും കഷ്ടതയും ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാം. എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ഇന്നും ജീവിക്കുന്ന വലിയവനും ബലവാനും ശക്തനുമായ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് രക്ഷകനായിട്ടുള്ളത്. ആ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാം. ആ തൃപ്പാദത്തിങ്കൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പ്രയാസങ്ങളെ, കെടുതികളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം തലകളെ വടക്കി തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പകരാം. വലിയവനായ ദൈവമേ, ശക്തനായ കർത്താവെ, അങ്ങ് കൽപ്പിച്ചല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും, ഞെരുക്കമുണ്ടാകും, ധൈര്യമായിരിക്കുകയും. യേശുവേ, അങ്ങയുടെ വലിയ സമാധാനം ഞങ്ങൾ ഓരോരുത്തരിലേക്കും വന്ന് നിറയട്ടെ. ഒരു കുളത്തിൽ ശാന്തമായി വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങയുടെ ദിവ്യമായ സമാധാനം ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലും ഞങ്ങൾക്കുള്ള സകലരിലും വന്ന് നിറയട്ടെ കർത്താവേ. ശുദ്ധമുള്ള സഭയിൽ വന്ന് നിറയട്ടെ. സഭയാകുന്ന കുളത്തിൽ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഓരോരുത്തരിലും അങ്ങയുടെ ദിവ്യമായ സമാധാനം നിറയട്ടെ കർത്താവേ. വലിയ ശാന്തി നിറയട്ടെ കർത്താവേ. കഷ്ടതകളെ അതിജീവിക്കാൻ അങ്ങ് പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ. കഷ്ടതകളെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് മനസ്സിന് ബലം നൽകണമേ. ഞങ്ങളുടെ ചിന്തകളെ അങ്ങ് പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ തമ്പുരാനെ അങ്ങ് ശുദ്ധീകരിക്കണമേ. എല്ലാ കഷ്ടതകളും പ്രയാസങ്ങളും അങ്ങ് ഏറ്റെടുത്ത് സൗഖ്യമാക്കണമേ. അങ്ങ് കുരിശിൽ യാഗമായി തീർന്നു. അങ്ങ് കഷ്ടത അനുഭവിച്ചു, കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടു. അങ്ങ് കുരിശിൽ അങ്ങയുടെ ശരീരം മുറിക്കപ്പെട്ടു, കുത്തിത്തുളയ്ക്കപ്പെട്ടു. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങ് ഇതുപോലെ കഷ്ടത അനുഭവിച്ചതുകൊണ്ട് ഞങ്ങളുടെ കഷ്ടതകളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഓരോ ഭവനങ്ങളിലും വിവിധ രോഗികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു, വിവിധ ആവശ്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. തമ്പുരാനെ, അങ്ങല്ലാതെ മറ്റു രക്ഷകനില്ലല്ലോ, അങ്ങല്ലാതെ മറ്റൊരാശ്രയമില്ലല്ലോ നാഥ. ഇതുവരെ കരുതിയതുപോലെ, ഇതുവരെ അങ്ങ് കരുണയോടെ ഞങ്ങളെ വഴി നടത്തിയതുപോലെ ഇനിയും നടത്തണമേ. അങ്ങയുടെ വലിയ കൃപയിൽ ഞങ്ങൾ ശരണപ്പെട്ട് യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Somebody